ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി. കിഫ്ബിയുടെ ഭാവി എന്തെന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ധവളപത്രം ഇറക്കി കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് ചെക്കിംഗ് ധനവകുപ്പ് നടത്തണ്ടേ? സാമ്പത്തിക നയം, ധനകാര്യ വിലയിരുത്തൽ, ഇതിലെല്ലാം അതിൻ്റെതായ നടപടിക്രമങ്ങൾ വേണ്ടേ? കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ, വർഗീയ ചേരിതിൽ സൃഷ്ടിക്കുന്ന നയങ്ങൾ, ഇതൊന്നും എതിർപ്പതായിട്ട് കാണുന്നില്ല. കിഫ്ബി തുടരുമോ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്ക് തുടർച്ചയുണ്ടാകുമോ? ഇതിനെല്ലാമുള്ള മറുപടി ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ പ്രതിപക്ഷ ആരോപണം മുഖ്യമന്ത്രി വി ഡി സതീശൻ തള്ളി. ഫാക്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മുൻ സർക്കാരിന്റെ കൗശലം മനസ്സിലായതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഇതിനകത്തുള്ള എല്ലാ കണക്കുകളും അത് കൗണ്ടർ ചെക്ക് ചെയ്തിട്ടാണ് സർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ പുറത്തു വന്ന കുറെ കൗശലങ്ങളുണ്ട്. ഇതിനകത്ത് ആളുകളെ കബളിപ്പിക്കുന്ന കൗശലങ്ങളുടെ ചില കണക്കുകൾ കൂടിയുണ്ട്. ആ കണക്ക് കൂടി ഇതിനകത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.